ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വിഷയം നാഗദോഷം മാറുക എന്നാണ്. ഇന്നത്തെ എൻ്റെ വിഷയം നാഗദോഷം മാറാൻ എന്താ ചെയ്യുന്നത്? മിക്കവർക്കും ഉള്ള ഒരു ഇതാണ് നാഗദോഷം. നിങ്ങളുടെ നക്ഷത്രം ഏത് തന്നെ ആയാലും ദുരിതങ്ങൾ മാറി ഐശ്വര്യം തരുവാൻ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കും. നാഗദോഷങ്ങളുണ്ടെങ്കിൽ അത് വലിയ ദോഷമുണ്ടാ, അത് മാറ്റണം. കാരണം ചിലവർക്ക് ഈ പാണ്ട് രോഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പാണ്ട് ഇവരൊക്കെ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള സർപ്പദോഷത്തിൻ്റെ ഫലമാണ്. സോറിയാസിസ്, ഈ ശരീരം ഈ മറ്റേ തൊലിയൊക്കെ ഇങ്ങനെ ഒരു സൈസ് വരണ്ടുണങ്ങി ചെതമ്പൽ പോലെയൊക്കെ വരുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതിനെ സോറിയാസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഈ നാഗദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ചിലപ്പോൾ അവർ ഈ ജന്മത്തിൽ ചെയ്തായിരിക്കില്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ പാപഫലമാണ് ഈ ജന്മത്തിൽ അവർ അനുഭവിക്കുന്നത്. നാഗദോഷങ്ങൾ ഏറ്റിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളുടെ നക്ഷത്രം ഏത് തന്നെയായാലും ദുരിതങ്ങൾ മാറി ഐശ്വര്യം വരുവാൻ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം കിട്ടും. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ നാഗദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ കൂടുതൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് അനുഭവം കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് കാരണമുണ്ട്. നാഗക്കളങ്ങളിലിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്, ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ നാഗക്കളങ്ങളിൽ തുള്ളി കളം മായ്ക്കാനിരിക്കുന്നത് ആരാണ്? പെൺകുട്ടികളായിരിക്കുള്ളൂ, ഇല്ലേ? കൂടുതലും കന്യകളായ പെൺകുട്ടികളായിരിക്കും, ചിലപ്പോൾ മുതിർന്നവരിയിരിക്കും. അപ്പം നാഗക്കളങ്ങളിൽ തുള്ളിയും കളം മായ്ക്കാനിരിക്കുന്ന സ്ത്രീകളാണല്ലോ. ദുരിതങ്ങൾ മാറ്റി ഐശ്വര്യം തരാൻ നാഗദൈവങ്ങൾക്കാവും. നമ്മുടെ പ്രാർത്ഥന അതുപോലെ ആകണം എന്ന് മാത്രം. നമ്മുടെ ദുരിതങ്ങൾ മാറ്റി ഐശ്വര്യം തരാൻ നാഗങ്ങൾക്ക് കഴിയും. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഓരോ നാഗദൈവങ്ങളെയും ഓരോ ദിവസത്തിൻ്റെയും അധിപതിയായി വായിച്ചിട്ടുണ്ട്. നമ്മുടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഓരോ നാഗദൈവങ്ങളെയും ഓരോ ദിവസത്തിൻ്റെ അധിപതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ആഴ്ചയിലെ 7 ദിവസവും ഓരോ നാഗങ്ങൾക്കായി ബ്രഹ്മാവ് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നറിയണ്ടേ? അതായത് ഓരോ ദിവസത്തിനും ഓരോ നാഗങ്ങൾക്കായി ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് വീതിച്ചു കൊടുത്തിരിക്കുന്നു. ഈ നാഗദൈവങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിച്ചാൽ ദുരിതങ്ങൾ മാറുകയും ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ നാഗങ്ങൾക്ക് കൊടുത്തിരിക്കണേന്ന് നോക്കാം. ഞായറാഴ്ച കൊടുത്തിരിക്കുന്നത് അനന്തൻ എന്ന നാഗത്തിനാണ്. ഞായറാഴ്ച അനന്തൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. തിങ്കളാഴ്ച വാസുകി എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ച തക്ഷകൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. ബുധനാഴ്ച കാർക്കോടകൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. വ്യാഴാഴ്ച പത്മൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച മഹാപത്മൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. ശനിയാഴ്ച ശംഖഭാഷനൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ നാഗങ്ങളെ സ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞാൽ ദുഃഖങ്ങളും സങ്കടങ്ങളും നാഗദൈവങ്ങൾ മാറ്റിത്തരും. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും സ്ഥലശുദ്ധിയും നല്ല പോലെ ഉണ്ടായിരിക്കണം. അപ്പോൾ നാഗദൈവങ്ങൾ ഐശ്വര്യം കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ഒരു ശാപം ഏൽക്കാൻ ഇടവരരുത്. നാഗദൈവങ്ങളെ ആരാധിച്ചാൽ അതിനുള്ള ഗുണമുണ്ടാവും. ഇപ്പോഴും പല തറവാട് വീടുകളിലും നാഗാരാധനയും യക്ഷിക്കളവും ഒക്കെ ഉള്ളത്. യക്ഷിത്തറയും അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ യക്ഷിക്കളവും ഇടുകയും അല്ലെങ്കിൽ നാഗക്കളവും ഇടുകയും നാഗയക്ഷിക്കളവും ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി തറവാട് വീടുകളുണ്ട്. പലതും അന്യം നിന്ന് പോയി, എന്നാലും ഇപ്പോഴും അത് സംരക്ഷിച്ചു പോകുന്നവരുണ്ട്, ഇല്ലേ? അതോടനുബന്ധിച്ച് അങ്ങനെയുള്ള കുറേ കലാകാരന്മാരുമുണ്ട്. ഈ നാഗക്കളങ്ങൾ വരക്കാനും എഴുതാനും അതുപോലെ തന്നെ നാഗപ്പാട്ട് പാടുന്ന പുള്ളോർക്കുടം പാടുന്ന ആൾക്കാരും അത് തൊഴിലായി സ്വീകരിക്കുന്നവരൊക്കെ ഒത്തിരി ആൾക്കാരുമുണ്ട്.
ഈ നാഗത്താന്മാരെ സ്മരിച്ചുകൊണ്ട് പാടാൻ അവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അതുപോലെ പാടാൻ സാധിച്ചെന്ന് വരില്ല. അത് അവരുടെ ഒരു ജാതിയുടെ ഒരു ഭാഗം കൂടിയാണ് അല്ലേ. പുള്ളുവർ എന്ന ഒരു ജാതിയുണ്ട്, പുള്ളുവരി. കൂടുതലും അവരാണ് നാഗദൈവങ്ങളെ പറ്റി ഉണർത്തുപാട്ടും അതേപോലെയുള്ള മറ്റു പാട്ടുകളൊക്കെ പാടുന്നത്. നാഗദോഷങ്ങൾ മാറിക്കിട്ടാനായിട്ട് അവർ പുള്ളൂർക്കുടം എന്തി പാട്ട് പാടും ഇല്ലേ. നാഗപ്പാട്ടുകൾ പാടി നമ്മുടെ സർപ്പദോഷങ്ങൾ അവർ നമ്മളിൽ നിന്നും അകറ്റും. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലൊക്കെ ആയില്യം നാളിൽ ഈ പുള്ളൂർക്കുടം വെച്ച് പാട്ട് പാടുന്ന ആ പുള്ളുവന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ. അതവർ നമ്മുടെ സർപ്പദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അവർ അവിടെ വന്ന് ആ ദിവസം ഇരിക്കുന്നതാണ്. പലരും അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരുടെ നാഗദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി അവരെ പാട്ട് പാടിക്കാറ് നമ്മൾ കാണാറില്ലേ. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്, ശ്രേയസ്സുണ്ടാക്കുന്ന കാര്യമാണ്. നാഗദോഷങ്ങൾ മാറുന്നതിന് വളരെ ഉത്തമമാണ്. ഈ വിഷയം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.